പേര് സിക്സൻ. ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ എഴുതിക്കണം. പിന്നെ ഫിലിമിൻ്റെ കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിൻ ചേട്ടൻ്റെ ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, അടിപൊളി ഡയറക്ടർ ഉണ്ടാ, ഭാവിയിൽ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ ക്യാമറ അടിപൊളി, സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന, നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാർന്ന്, സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിലെ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ചിതു, അടിപൊളി, സൂപ്പർ. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ്. എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചത് കിട്ടണമില്ല, ഒരു റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ കഥ സോറി. അപ്പൊ ഒരു ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി പടി, സൂപ്പർ. എന്റെ ബാലു സൂപ്പർ മച്ച. അടിപൊളി കേട്ടാ. ഫുൾ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള. ഓക്കെ, എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യന്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം. സൗബിക, സിധു, ഗണപതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും ഇതിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയാലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ ഇതെന്നാണ് അത് എന്താ പറയാ, ഗണപതിക്കൊരു വെരി കൺഗ്രാറ്റുലേഷൻസ്. ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക്, അതിന് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത്. അപ്പൊ അത് അജയൻ ചേട്ടൻ, പിന്നെ സുശീൽ സാറിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സൗണ്ട്, മ്യൂസിക്, എൻ്റെ ടീം. താങ്ക് യു. അതെ, കാര്യം പറയണ്ടേ, അതിൽ നമ്മൾ ഈ സിനിമയിലോട്ട് നമ്മളെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ്, ഞാനത് പറയണം. അവൻ കാരണമാണ് കേട്ടാ ഈ ചിത്തു സിനിമ എല്ലാവരും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മുടെ പയ്യനാണ് റോണിഷ്. നമ്മുടെ പിന്നെ സുശീൽ സാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതല് ഞാൻ കൊടൈക്കനാല് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒന്ന് കാണുന്നത് സുശീലി സൂപ്പർ മുറ്റേ. ഇതാണ് റിയൽ ഹീറോ കുട്ടൻ. കൂട്ടുകാരെല്ലാം വിളിക്കുന്നത്
കുട്ടെന്നാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാർ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടെന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുകൂടെ പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെയാണ് കണ്ടത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങളെ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ, കാരണം ഞങ്ങളെ സെറ്റിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോഴും ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചേരം അവിടെ ചെന്ന് നിന്നുപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങളവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കിയവർ എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ പടം കണ്ടപ്പോൾ കരകളൊന്നും വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. അടുത്ത സുഭാഷ് റിയൽ സമയം. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് നമുക്കുണ്ട്, അതൊന്നും പറയുന്നില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിനു മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമയാക്കാതെ പോയത്. അത് ഇവര് സൗവിക, ഷോൺ ബേബി ഇവരൊക്കെ പോയി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞത് വരാതെ അവര് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം അത് ക്യാമറയ്ക്ക് ഞാനത്. ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണുവാണ് ഈ ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ അതേപോലെ ഇത്ര ക്യാമറ എൻ്റെ നേരെ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ച ഒരു സമയമുണ്ട്. അതായത് കുഴിയിൽ പോയപ്പോൾ യൂണിയനാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചെങ്ങനെ അഭിനയിച്ചെങ്ങനെയല്ല. താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സേഫ് ഫീലിംഗ് എന്ന് സിനിമ ഇറങ്ങിയപ്പോൾ ഇതോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഓക്കെ, എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഥാപാത്രമല്ല, കാര്യങ്ങൾ ചെയ്തേക്കാണ്. അത് ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഈ ചിദംബരത്തിലും നമ്മുടെ ഗണപതിയിലേക്ക് ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഗാന്ധർമാരുടെ കഷ്ടം കേൾക്കാം, അതൊക്കെ എങ്ങനെ കറക്റ്റ് ഈ ഫസ്റ്റ് കഥാപാത്രത്തിനെ എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സംഭവിക്കേണ്ടത്. അതൊക്കെ ഒരു വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളുടെ ഈ അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. പിന്നെ എന്തെങ്കിലും പോലീസുകാരൻ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരൻ അല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടെ അതിനുവേണ്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളെ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സ്വാഗതിക്കാം. എല്ലാവർക്കും കൂടെ എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഈ സിനിമയിൽ കാണാവുന്ന എല്ലാവരും എനിക്ക് സന്തോഷം. നന്ദിയുണ്ട് എല്ലാവരും. ക്യാരക്ടർ
അഭിനയിച്ചിട്ട് എനിക്കും ഞങ്ങൾ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ പേരാണ് തങ്കിയത്. കുറെ കണ്ണന്മാരുള്ളവർക്ക് പിന്നെ അറിയാൻ വേണ്ടി തങ്കിയെന്നും കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കിക്കണ്ണെന്നും അമ്മയുടെ പേരാണ് തങ്കിയെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് ഒരു സിനിമ ഇങ്ങനെ ഇറക്കിയത്. നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഈ പള്ളിയിൽ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും കേൾക്കില്ല. അല്ലാതെ നമ്മളെ പിടിച്ചിക്കാണ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. ചിത്രത്തോട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. എൻ്റെ റോള് അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചെയ്തു. അതിനുവേണ്ടി എല്ലാ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. സന്തോഷമുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ട്രിപ്പിന് പോവാത്ത ഒരാൾ ഞാനാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആൾ ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവും. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ അവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ, ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ, ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു വഴി. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലാണ് സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവുകൊണ്ട് കൊടുത്ത് ആ അരമതിലേക്ക് ഇരിപ്പുണ്ട്. 2 പേര് കട്ടിലെ കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് പോകുന്നത് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കിടക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റി. താങ്ക്സ് ഫോർ എൻ്റെ റോൾ. അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് റോട്ട്. ഹലോ, എൻ്റെ പേര് ചേട്ടനാണ്. ചുറ്റും മഞ്ഞുമല്ലോ ചേട്ടനായിട്ട് പിന്നെ എന്ത് പറയാനാണ്. ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അഭിനയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത്
ശരിയാക്കി വെച്ചിരിക്കും. താങ്ക് യു. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ പുള്ളി ഇപ്പൊ ഇല്ല, പുള്ളി ഖത്തറിലാണ്. പുള്ളി ഇതെല്ലാം ആള് കൂടി ഇല്ല, ഖത്തറിലാണ്. ഒരു കാര്യം കൂടെ ഞങ്ങളുടെ സൂപ്പർ ഡാവാണ്ടാനില് ഞങ്ങൾ ബ്രോയാണ്. വേറൊരു കാര്യം കേട്ടാ, സീനർ പാസി സൗബിക എല്ലാരോടും നമ്മുടെ കൂട്ടുകാരുണ്ട്, അവരോട് വിളിച്ചാ റോണിഷ് അവരാണ് ഹലോ, ഈ റിക്സന്റെ ഈ സൗണ്ട് കേട്ടാ, ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നും നിങ്ങൾ കേട്ടില്ല. ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടാണ് സുഭാഷ് സർ കേട്ടത്, മണി കേട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ മനസ്സിലാവും. ഇവന് പയ്യെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. റോണിഷിനോട് കാര്യം കാരണം ഈ സിനിമ ഷോളിനോട് പറഞ്ഞിട്ട് നടക്കാൻ കാരണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോണിഷ്. ഈ ഒരു വലിയ സിനിമക്ക് ഒരു കാരണക്കാരനായ പറഞ്ഞതിൽ സന്തോഷം. വിവേകർഷൻ കൂട്ടായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടുപോകും. ഇപ്പം ഉണ്ടോ കൂട്ടണ്ട? വിവേകർഷൻ ഇതിന്റെ എഡിറ്റർ. സ്വന്തം കൂട്ടണ്ട കൂട്ടണ്ട, 2 വാക്ക് പറ. എന്റെ സീനൊക്കെ തൂക്കിയാണ് 2 വാക്ക് പറ. വളരെ സന്തോഷം നിങ്ങൾ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു ചെയ്തു. സൗബി, അജയ് ചേട്ട, ഷൈജു, ബാസി, എല്ലാവരും സോ ഹാപ്പി. ഇതിന്റെ ഗെയിം മൂവി എത്തി സൂപ്പർ. ചുമ്മാ പറഞ്ഞ വിവേകർഷൻ ചെയ്ത മൂവിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓക്കെ